ലോട്ടറി ക്ഷേമനിധി ബോർഡ് അഴിമതിയിൽ പ്രതി സംഗീതിന്റെ ഞെട്ടിക്കുന്ന മൊഴി. ക്ഷേമനിധി ബോർഡിൽ നിന്ന് തട്ടിയതിൽ 6 കോടി രൂപ കത്തിച്ചു എന്നതാണ് വിജിലൻസിന് നൽകിയ മൊഴി. 500ന്റെയും 1000ന്റെയും നോട്ടുകൾ കത്തിച്ചത് നോട്ട് നിരോധനത്തെ തുടർന്ന്. സംഗീത് തട്ടിയെടുത്തത് 16 കോടി രൂപയെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. 24 ആണ് ക്ഷേമനിധി ബോർഡ് അഴിമതി പുറത്തുകൊണ്ടുവന്നത്. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, 6 കോടി രൂപ നോട്ട് നിരോധനത്തെ തുടർന്ന് കത്തിച്ചു എന്നാണ് പ്രതി പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ ബാക്കി പണം എവിടെയെന്ന് കണ്ടെത്താനായിട്ടുണ്ടോ? വിജിലൻസിന്റെ അന്വേഷണം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? പ്രവിത, അടുത്ത കാലത്ത് സംസ്ഥാനത്ത് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു സർക്കാർ സ്ഥാപനത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പാണ് ഈ ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നടന്നത്. അവിടുത്തെ ഒരു ക്ലർക്കായിട്ടുള്ള സംഗീതാണ് 16 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തുകയും ചെയ്തിട്ടുള്ളത്. 2012 മുതൽ 2021 വരെയുള്ള കാലയളവിലാണ് ഈ 16 കോടി രൂപയും ഇയാൾ തട്ടിയെടുത്തത്. വ്യാജരേഖകൾ ഉണ്ടാക്കി പണം തട്ടിയെടുക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ. അതായത് 2012 മുതൽ തുടങ്ങിയതാണ് ഇയാൾ ഈ തട്ടിപ്പ്. അതിൽ 2012 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ഇയാൾ തട്ടിയെടുത്ത പണമെല്ലാം വ്യാജരേഖകൾ ഉണ്ടാക്കി ചെക്ക് വഴി പണം കൈപ്പറ്റുകയായിരുന്നു ചെയ്തത്. പിന്നീട് 2016 നോട്ട് നിരോധനം വന്നതിന് ശേഷമാണ് ഇയാളുടെ സുഹൃത്തിന്റെയും അതുപോലെ തന്നെ സഹോദരന്റെ അക്കൗണ്ടുകളിലേക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കി മാറ്റുകയും ചെയ്തത്. പക്ഷേ ഈ 2016 നോട്ട് നിരോധനം വന്ന സമയത്താണ് ആദ്യഘട്ടത്തിൽ തട്ടിയെടുത്ത ഈ 6 കോടി രൂപ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇയാൾക്കുണ്ടായത്. തുടർന്നാണ് 2017 വീട്ടിൽ വെച്ച് തന്നെ ഇയാൾക്ക് പോങ്ങുമൂടുള്ള വീട്ടിന്റെ മുകളിലത്തെ നിലയിൽ വെച്ച് ഇയാൾ അത് കത്തിച്ചു എന്നുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ ഇയാൾ നൽകിയിരിക്കുകയും ചെയ്തത്. ഇയാൾക്ക് ഈ ഒരു നമുക്കറിയാം, ലോട്ടറി ക്ഷേമനിധി ബോർഡ് എന്ന് പറയുമ്പോൾ ലോട്ടറി ക്ഷേമനിധി എന്ന് പറയുന്ന സാധാരണക്കാരായ ലോട്ടറി ജീവനക്കാർ അവരുടെ ചെറിയ ചെറിയ നിക്ഷേപങ്ങളാണ് ഈ ലോട്ടറി ക്ഷേമനിധിയിലുള്ളത്. ഈ പണമാണ് ഇയാൾ തട്ടിയെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിലൊക്കെ അതായത് ഇയാൾക്ക് ഈ കഴക്കൂട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ മാത്രം ഏകദേശം 35 ഭൂമി ഇടപാടുകളാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇയാൾക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതെല്ലാം തന്നെ അന്ന് കണ്ടുകെട്ടി എടുത്തിട്ടുണ്ട്. ഒരു ഫോർച്യൂണർ കാറ് കണ്ടുകെട്ടിയിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇപ്പോഴും പല പേരുകളിൽ ഇയാൾക്ക് പല സ്വത്തുക്കളും പല പേരുകളിൽ രജിസ്റ്റർ ചെയ്ത് തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പോഴും വിജിലൻസ് ഇരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ 100 ദിവസത്തെ കസ്റ്റഡി കഴിഞ്ഞ് പുറത്തിറങ്ങിയ സംഗീത് വീണ്ടും വിജിലൻസ് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ചോദ്യം ചെയ്യുന്ന സമയത്താണ് ഈ 6 കോടി രൂപ, കാരണം 2012 മുതൽ 2016 വരെയുള്ള കാലയളവിൽ മറ്റ് അക്കൗണ്ടുകളിലേക്ക് കൈമാറാതെ വ്യാജരേഖകൾ ഉണ്ടാക്കി ചെക്ക് വഴി കൈപ്പറ്റിയ 6 കോടി രൂപ എന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യത്തിനാണ് ഇപ്പോൾ ഇയാൾ 500 രൂപയും 1000 രൂപയുടെ നോട്ടുകളായിട്ടാണ് അന്ന് ഇതെല്ലാം തന്നെ ബാങ്കിൽ നിന്ന് ഇയാൾ കൈപ്പറ്റിയിരുന്നത്. അത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി നോട്ട് നിരോധനം മൂലം. അത് സ്വന്തം വീട്ടിൽ വെച്ച് കത്തിച്ചു എന്നുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ അയാൾ നൽകിയിരിക്കുകയും ചെയ്തത്. എന്തായാലും കഴിഞ്ഞ ദിവസം വിജിലൻസ് സംഘം ഈ പോങ്ങുമൂടുള്ള ഇയാളുടെ സംഗീതിന്റെ വീട്ടിൽ ഫോറൻസിക് പരിശോധന നടത്തിയിരുന്നു. കാലപ്പഴക്കമുണ്ട്, കാരണം 2017 ഇയാൾ ഇത് കത്തിച്ചു എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം 9 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫോറൻസിക് സംഘത്തിന് ഈ ഒരു പരിശോധന കൊണ്ട് എന്തെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ള ഒരു കാര്യം സംശയമാണ്. എന്നാലും കഴിഞ്ഞ ദിവസം തന്നെ ഫോറൻസിക് സംഘം പോങ്ങുമൂട്ടിലുള്ള സംഗീതിന്റെ വീട്ടിലെത്തി ഫോറൻസിക് പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി നേരത്തെ പ്രവിത പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ആകെ കണ്ടെത്തിയിരിക്കുന്നത് ഇയാളുടെ ഭൂമി ഇടപാടുകളും അതുപോലെ തന്നെ കുറച്ച് വാഹനങ്ങളും മാത്രമാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ 6 കോടി രൂപ മാത്രമാണ് ഇയാൾ കത്തിച്ചു എന്ന് പറയുന്നത്. പക്ഷേ 16 കോടി രൂപയുടെ തട്ടിപ്പാണ്. ഇനിയും 10 കോടി രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതിലുണ്ട്. അതിൽ 35 ഭൂമി ഇടപാടുകൾ, ഒരു വാഹനം ഇത്രയും കണ്ടെത്തിയിട്ടുണ്ട്. മറ്റു ഇടപാടുകൾ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഇയാളുടെ സഹോദരന്റെയും അതുപോലെ അടുത്ത സുഹൃത്ത് അനിലിന്റെയും കൈവശമുണ്ടായിരുന്ന പണവും ഭൂമി ഇടപാടുകളുമാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. പക്ഷേ പല വ്യാജ പേരുകളിലും അതുപോലെ തന്നെ ഇയാളുടെ പല സുഹൃത്തുക്കളുടെയും പേരിൽ പലയിടത്തായിട്ടാണ് ബാക്കി പണം നിക്ഷേപിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് 6 കോടി രൂപ കത്തിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അത് തന്നെ നോട്ട് നിരോധനം വന്നതിനെ തുടർന്നാണ് 6 കോടി രൂപ കത്തിച്ചു കളഞ്ഞത് എന്നാണ് പ്രതി ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.